ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ശ്യാമള ലോട്ടസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ താമര നട്ട് എങ്ങനെ നമുക്ക് പൂവിരിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പാത്രത്തിലിട്ടത് സാഫ് എന്നിട്ടുള്ള ഒരു ഫംഗിസൈഡാണ്. അതിനുശേഷം ഒരു 2.5 പിടി എല്ലുപൊടിയാണ് ഇടുന്നത്. എല്ലുപൊടി നമുക്ക് ഇഷ്ടമുള്ള വിലയുടെ വാങ്ങിക്കട്ടെ. ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിന്ന് വാങ്ങിച്ചിടാറ്. ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചും മെസ്സേജൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഒരുപാട് സന്തോഷമായി. ഇനിയും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിച്ചോ മെസ്സേജോ ചോദിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് ചാണകപ്പൊടിയാണ്, ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടുന്ന ചാണകപ്പൊടിയില്ലേ, അതാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മളിവിടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കാനാണ്. ഒരു 3-4 പിടി. അതിനുശേഷം കമ്പോസ്റ്റാണ്, മണ്ണിര കമ്പോസ്റ്റ്. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ച മണ്ണിര കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് ഉള്ളവർക്ക് ഇടാം, ഏത് കമ്പോസ്റ്റാണെങ്കിലും ഇടാം. എൻ്റെ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇട്ടുന്നുള്ളൂ. ഇതില്ലെങ്കിലും ബാക്കിയുള്ളത് മാത്രം ഇട്ടാലും മതി. പിന്നെ ഇതിൽ ഞാനൊരു കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. DAP ഒരു വളം, അത് ഒരു മൂടി ഇടുന്നത് നല്ലതാണ്, ഫ്ലവറിങ്ങിന് നല്ലതാണ്. അതിനുശേഷം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി 1.5 പിടി ഇടാട്ടാ. അതും ഇതേപോലെ തന്നെ പ്ലാന്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. പെട്ടെന്ന് ഫംഗസ് ഒന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ്. അതിനുശേഷം കുറച്ചും കൂടി എല്ലുപൊടി ഞാൻ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും 1 പിടി വെറുതെ ഇട്ട്, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നീട് നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ വളവും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് താമര നടരുത്. നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ട്യൂബർ കേടായി പോകും. എപ്പോഴും നമ്മൾ വളം ഏറ്റടിയിൽ നിർത്താം. കണ്ടില്ലേ, ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യണത്, എൻ്റെ ഇതിക്ക് മുമ്പ് നട്ടേർന്ന പോട്ടി മിക്സ് അത് ആണ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണത്. ഒരു ലെയർ ഇട്ട് കൊടുക്കണത്. ഈ വളത്തിൻ്റെ മുകളിലിടുന്നത് ഒരു ലെയർ എൻ്റെ പഴയ മണ്ണാണ്. താമര നട്ടേർന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് വളം പൊന്തി വരാണ്ടിരിക്കാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് നിർത്തണം ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മണ്ണ് വാരിയിട്ട് അതാണ് അതിൻ്റെ മുകളിലിടുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയണം. ഇനിയും കാണുന്ന എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ താമരയെ ഇഷ്ടപ്പെടുന്ന വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എൻ്റെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ മണ്ണ് ഞങ്ങളുടെ ഒരു പൂഴി മണ്ണ് പോലത്തെ മണ്ണാണ്. അപ്പോൾ ആ മണ്ണാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചുവന്ന മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ട്യൂബർ പെട്ടെന്ന് പിടിച്ചു കയറാൻ നമ്മൾ ചുവന്ന മണ്ണിടുന്നത് ഏറ്റവും ബെറ്ററാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ ചുവന്ന മണ്ണ് കിട്ടാനില്ല, നമ്മളിത് പൈസ കൊടുത്തൊക്കെയാണ് വാങ്ങിക്കണത്. കണ്ടില്ലേ, ഇതാണ് ചുവന്ന മണ്ണ്. നമ്മളെ ചെടിക്കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പം അതും മുകളിൽ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട്, ഇതാണ് നമ്മളെ ട്യൂബർ. ഒരു 3-4 ഗ്രോ ടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ്, അഖിലയുടെ ട്യൂബറാണ്. അതിനുശേഷം നമ്മളൊരു ചെറിയ വാരം പോലെ എടുത്തിട്ട് ട്യൂബറിനെ പതുക്കെ അതിൽ കറക്കി വെച്ചിട്ട് ഗ്രോ ടിപ്പൊന്നും ഒടിയാണ്ട് ഗ്രോ ടിപ്പൊക്കെ നേരെ മുകളിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ ട്യൂബറിനെ പതുക്കെ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഒരിക്കലും ട്യൂബർ ഫുള്ള് മൂടിപ്പോണ വിധത്തിൽ മണ്ണിട്ട് മൂടരുത്. ഇതേപോലെ അതിൻ്റെ റണ്ണറിൻ്റെ ട്യൂബർ ഗ്രോ ടിപ്പ് മുകളിലേക്ക് പൊന്തി നിൽക്കണ വിധത്തിൽ നമ്മൾ പതുക്കെ അതിനെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഇത്തിരി വെയിറ്റുള്ള ചെറിയ വല്ല കല്ല അല്ലെങ്കിൽ ഈർക്കിൽ വളച്ച്
ഈ പൊന്തി പോരാണ്ടിരിക്കാൻ വെക്കണത് നല്ലതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഉണ്ടായിരുന്നൊരു പഴയൊരു ചെറിയൊരു കല്ലുണ്ടായിരുന്നു, അപ്പോൾ അതിന് ഞാൻ മുകളിൽ വെച്ചേക്കണത്. അതിന് ശേഷം നമ്മൾ വെള്ളം കലങ്ങാണ്ട് പതുക്കെ ഈ കല്ലിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. എന്തെങ്കിലും വല്ല ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല വെച്ചിട്ട് നമുക്ക് വെള്ളം കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. വെള്ളം ഫുൾ ഒഴിക്കണ്ട, ഇതിൻ്റെ ഏറ്റവും വലിയ ലീഫ് എവിടെ നിൽക്കണത് അത്രയും വരെ വെള്ളം ഒഴിച്ച് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് നല്ല വെയിലത്തുകൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും നന്ദി.